ഹായ് ഓൾ, ഇന്ന് സേമിയ പായസം തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാക്കറ്റ് പാല്, പിന്നെ അമൂലിൻ്റെ ഒരു ചെറിയ പാക്കറ്റ് പാലുമാണ് ഞാൻ എടുക്കുന്നത്. ഇതിലേക്ക് 150 ഗ്രാം പഞ്ചസാര ആവശ്യമുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് അതിലേക്ക് 150 ഗ്രാം പഞ്ചസാര ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിക്കണം. പഞ്ചസാര പതുക്കെ ഒന്ന് ഇളക്കി ഉരുക്കി ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് ഇളക്കി എടുക്കണം. ഇനി ബ്രൗൺ നിറമാകുന്നത് വരെ പതുക്കെ ഇളക്കി അധികം കരിയരുത്. കരിഞ്ഞാൽ സ്മെല്ല് മാറി പായസത്തിൻ്റെ ടേസ്റ്റ് മാറും. നിറമാകുമ്പോൾ ഇതിലേക്ക് പാലും 1 ഗ്ലാസ് വെള്ളവും കൂടി ചേർക്കാവുന്നതാണ്. പാല് ചേർക്കുമ്പോൾ പഞ്ചസാര ഉരുകി അടിയിൽ പിടിക്കും. പക്ഷേ പാല് തിളയ്ക്കുമ്പോൾ തന്നെ പഞ്ചസാരയും പാലിനോട് ചേർന്ന് വരും. അതുകൊണ്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. പാല് തിളക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. തിളച്ച ഈ പാലിലേക്ക് നമ്മൾ 100 ഗ്രാം സേമിയയാണ് എടുക്കുന്നത്. വറുത്ത സേമിയയാണ് ചേർക്കുന്നത്. 100 ഗ്രാം സേമിയ ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. സേമിയ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം, അല്ലെങ്കിൽ സേമിയ കട്ടയായി പോകും. ഇനി സേമിയ ചേർത്ത് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 4 ഏലക്കായ് പൊടിച്ച് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. സേമിയ പാലിലും പഞ്ചസാരയും തന്നെ കിടന്ന് ഒന്ന് വെന്ത് നല്ല പോലെ യോജിച്ച് വരണം. അപ്പോൾ പായസത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഏലക്കായ ചേർത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം നമ്മളുടെ സേമിയ എല്ലാം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ അമൂലിൻ്റെ ഒരു പാക്കറ്റ് പാല് കൂടി ചേർക്കാം. അപ്പോൾ നമ്മുടെ പായസത്തിന് നല്ല കൊഴുപ്പുണ്ടാകും, നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും. ഇപ്പോൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ കിസ്മിസും അണ്ടിപ്പരിപ്പും വറുത്ത് ചേർക്കാം. ഈ പാലൊഴിച്ച് ഒന്ന് തിളച്ച് വരണം. ഇതിന് ശേഷമാണ് കിസ്മിസും അണ്ടിപ്പരിപ്പും ഇതിലേക്ക് വറുത്ത് ചേർക്കുന്നത്. നെയ്യിൽ തന്നെ ഒന്ന് വറുത്ത് ചേർക്കാവുന്നതാണ്. മധുരം ബാലൻസ് ചെയ്യുന്നതിന് ഇതിലേക്ക് 1 നുള്ളു ഉപ്പ് ചേർക്കാവുന്നതാണ്. അപ്പോൾ അടിപൊളി പായസം തയ്യാറാണ്. താങ്ക് യു ഫ്രണ്ട്സ്.